ഓക്കെ, ഇപ്പം നമ്മൾ ഡാറ്റ ബഫർ എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ. അതായത് നമ്മളിപ്പോൾ ഡാറ്റ ബഫർ എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്നു, ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ. ചിലപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റീഡ് ആയിരിക്കാം, റൈറ്റ് ആയിരിക്കാം. ഓക്കെ, ഈ കൺട്രോൾ സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടാവും? A0 ഉണ്ടാവും, CS ഉണ്ടാവും, RD ഉണ്ടാവും, WR സിഗ്നൽ. RD എന്ന് പറയുന്നത് റീഡ് സിഗ്നൽ ആണ്, WR റൈറ്റ് സിഗ്നൽ. അത് നിങ്ങൾക്കറിയാം. എന്താണ്? റീഡ് സിഗ്നൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും റൈറ്റ് സിഗ്നൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ഡാറ്റ ബഫറിൽ കൂടെയാണ് റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നത്. ഓക്കെ, ഇതിനെ പിന്നെ CS പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ചിപ്പ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ചിപ്പ് സെലക്ഷൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ 8279 ഇനാബിൾ ചെയ്യണമെങ്കിൽ ചിപ്പ് സെലക്ഷൻ ഇനാബിൾ ആവണം. ഓക്കെ, അതിന് വേണ്ടിയാണ് ചിപ്പ് സെലക്ഷൻ. പിന്നെ അത് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് 0-ലാണ് അത് ഇനാബിൾ ആവുക. ഇനി അടുത്ത് A0 പിൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പം A0 എന്ന് പറയുന്നത് അഡ്രസ് ലൈനാണ്. 8255 പഠിച്ചപ്പോഴും നിങ്ങൾ A0 എന്ന് പറയുന്ന ഒരു A0 A1 എന്ന് പറയുന്ന പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, അഡ്രസ് ലൈൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റീഡും റൈറ്റും വരുന്നത്. A0 0 ആണെങ്കിൽ അതിലെ നമ്മൾ 0 ആണെങ്കിൽ A0 പിന്നെ 0 ആണെങ്കിൽ എന്താണ് നടക്കുന്നത്? ഡാറ്റ ഫ്രം CPU ടു 8279 റീഡിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഡാറ്റ ഇവിടെ നിന്ന് എങ്ങോട്ട്? CPU നിന്ന് 8279 ഡാറ്റ റീഡിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് A0 0 തന്നെ. ഇനി റൈറ്റ് മോഡിലാണെങ്കിൽ ഡാറ്റ ടു CPU ഫ്രം 8279 CPU-യിലോട്ട് ഡാറ്റ റീഡിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, 8279 CPU-യിലോട്ട്, ഇത് CPU-ന്ന് 8279-ലോട്ട്. ഓക്കെ, ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് A0-ന്റെ പിന്നെ 1 ആണെങ്കിൽ ഡാറ്റയ്ക്ക് പകരം കമാൻഡ് വേർഡ് ആയിരിക്കും, കമാൻഡ് വേർഡ് ഓർ സ്റ്റാറ്റസ് വേർഡ് ആയിരിക്കും റീഡ് ഓർ റൈറ്റ് നടക്കുന്നത്. ഓക്കെ, A0 പിന്നെ 0 ആണെങ്കിൽ ഡാറ്റ റീഡിംഗ് ഓർ റൈറ്റിംഗ് ആണ് നടക്കുന്നത്. A0 പിന്നെ 1 ആണെങ്കിൽ കമാൻഡ് വേർഡ് ഓർ സ്റ്റാറ്റസ് വേർഡ് റീഡ് ഓർ റൈറ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അതാണ് A0 പിൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്ന പിന്നുകളാണ് റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ചിപ്പ് സെലക്ഷൻ ആൻഡ് A0. A0 എന്ന് പറയുന്നത് അഡ്രസ് ലൈൻ. ദാറ്റ് മീൻസ് റീഡും റൈറ്റും ചിപ്പ് സെലക്ഷനും ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി A0 പിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? A0 പിന്നിന്റെ ഇൻഫർമേഷൻ 0 ആണെങ്കിൽ എന്ത് റീഡ് ഓർ റൈറ്റ് ആണ് നടക്കുന്നത്? ഡാറ്റ റീഡ് ഓർ റൈറ്റ് ആണ് നടക്കുന്നത്. ഇനി A0 പിന്നെ 1 ആണെങ്കിൽ കമാൻഡ് വേർഡ് ഓർ സ്റ്റാറ്റസ് വേർഡ് റീഡ് ഓർ റൈറ്റ്. എങ്ങോട്ടാണ് റീഡ് ഓർ റൈറ്റ് നടക്കുന്നത്? ഒന്നുകിൽ CPU-ലോട്ട് അല്ലെങ്കിൽ 8279-ലോട്ട്. ഓക്കെ, അതാണ് കൺട്രോൾ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ. ഇനി കൺട്രോൾ ആൻഡ് ടൈമിംഗ് രജിസ്റ്റർ ആൻഡ് ടൈമിംഗ് കൺട്രോൾ. ഈ യൂണിറ്റ് അതായത് കൺട്രോൾ ആൻഡ് ടൈമിംഗ് രജിസ്റ്റേഴ്സിൽ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അത് എന്താണ് സ്റ്റോർ ചെയ്യുന്നത്? കീബോർഡ് ആൻഡ് ഡിസ്പ്ലേ മോഡ്. നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിനി മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ കീബോർഡ് മോഡ് ഉണ്ട്, ഡിസ്പ്ലേ മോഡൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ കൺട്രോൾ ആൻഡ് ടൈമിംഗ് രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് കീബോർഡിന്റെയും ഡിസ്പ്ലേ യൂണിറ്റിന്റെയും കുറെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതർ ഓപ്പറേഷൻസ് പ്രോഗ്രാംഡ് ബൈ ദ CPU. രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ആൻഡ് ടൈമിംഗ് രജിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? എന്ത് സ്റ്റോർ ചെയ്യാണ്? കീബോർഡോ ഡിസ്പ്ലേ മോഡ്സിന്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ അതർ ഓപ്പറേഷൻസ് പ്രോഗ്രാംഡ് ബൈ ദ CPU ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇത്രയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ സിഗ്നൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ആര്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് CPU ഇന്റർഫേസ് ആൻഡ് കൺട്രോൾ സെക്ഷനിൽ വരുന്നതാണ് ഡാറ്റ ബഫർ, ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ, കൺട്രോൾ ആൻഡ് ടൈമിംഗ് രജിസ്റ്റേഴ്സ് ആൻഡ് ടൈമിംഗ് കൺട്രോൾ. ഇനി അടുത്തത് സ്കാൻ സെക്ഷനാണ്. സ്കാൻ സെക്ഷനിൽ വരുന്നത് സ്കാൻ കൗണ്ടർ. അതായത് ഞാൻ പറഞ്ഞു സ്കാൻ സെക്ഷൻ, ഇവിടെ നിങ്ങൾ കാണാം സ്കാൻ കൗണ്ടറാണ്. അതായത് വാല്യൂ, അതായത് 1 2 3 കൗണ്ടിങ് കാര്യങ്ങളാണ് അവിടെ വരുന്നത് സ്കാൻ കൗണ്ടറിൽ. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സിഗ്നലാണ് SL0 to SL3. അത് സ്കാൻ ലൈൻസ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സ്കാൻ സെക്ഷൻ ആണ്. സ്കാൻ സെക്ഷൻ ഹാസ് എ സ്കാൻ കൗണ്ടർ വിച്ച് ഹാസ് 2 മോഡ്, എൻകോഡഡ് ആൻഡ് ഡീകോഡഡ് മോഡ്. സ്കാൻ സെക്ഷൻ അല്ലെങ്കിൽ സ്കാൻ കൗണ്ടർ നമ്മൾ കീബോർഡിനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കീബോർഡ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ കീബോർഡ് സ്കാൻ ചെയ്തിട്ടാണല്ലോ കീബോർഡിൽ
എന്താണ് എന്ത് നടക്കുന്നുണ്ട്, കീ പ്രസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കീബോർഡിനെ സ്കാൻ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലൈൻസ് ആണ് സ്കാൻ ലൈൻസ് SL0 to SL3 എന്ന് പറയുന്ന ലൈൻസ്. SL0 to SL3 എന്ന് പറയുന്ന ലൈൻസ് യൂസ് ചെയ്യുന്നത് സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്കാൻ സെക്ഷൻ രണ്ട് മോഡിൽ ആക്ട് ചെയ്യാം, എൻകോഡഡ് മോഡ് ആൻഡ് ഡീകോഡഡ് മോഡ്. ഓക്കെ, എൻകോഡഡ് മോഡിൽ കൗണ്ടിങ് ആണ് നടക്കുന്നത്. ദ കൗണ്ടർ പ്രൊവൈഡ്സ് ദ ബൈനറി കൗണ്ട്, അതായത് എത്രത്തോളം സ്കാൻ ചെയ്തിട്ടുണ്ടെന്ന് അതിന്റെ കൗണ്ട് ആണ് എൻകോഡഡ് മോഡ്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ബൈനറി കൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം, ചിലപ്പോൾ 3 ആയിരിക്കാം. എൻകോഡഡ് മോഡിന് എന്താണ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈനറി കൗണ്ട് ആയിരിക്കാം. ഓക്കെ, സ്കാൻ കൗണ്ടർ ആണത്. ബൈനറി കൗണ്ട് ആയിരിക്കാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഡീകോഡഡ് സ്കാൻ മോഡിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്കാൻ ലൈൻസ് വിൽ ബി സിമിലർ ടു 2 to 4 ഡീകോഡർ. നമ്മളൊരു 2 to 4 ഡീകോഡർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയായിരിക്കും ഡീകോഡഡ് സ്കാൻ മോഡിൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മളൊരു 2 to 4 ഡീകോഡർ എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ട് ലൈൻസും ഉണ്ട്. ഓക്കെ, 2 ഇൻപുട്ടും 4 ഔട്ട്പുട്ട് ലൈൻസും, അതാണ് എന്ത് നമ്മളെ സ്കാൻ ലൈൻസ് ഉണ്ടല്ലോ, SL0 to SL4 4 സ്കാൻ ലൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 2 to 4 ഡീകോഡർ ആയിരിക്കും, 4 ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക, ഡിപ്പെൻസ് ഓൺ 2 ഇൻപുട്ട് ലൈൻസ്. ഓക്കെ, മറ്റേതിൽ എന്താണ്, എൻകോഡഡ് മോഡ് ആണെങ്കിൽ ബൈനറി ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക. ബൈനറി ഔട്ട്പുട്ട് മീൻസ് എന്താണ്, 4 സ്കാൻ ലൈൻസ് ആണുള്ളത്. മാക്സിമം എത്ര കൗണ്ടിങ് വരെ പോസിബിൾ ആണ്, 16 കൗണ്ടിങ് വരെ പോസിബിൾ ആണ്. SL0 to SL3 ആണ്, 4 സ്കാൻ ലൈൻസ് ആണുള്ളത്. അപ്പോൾ മാക്സിമം എത്ര വരെ വരാം, 16 വരാം. 2⁴ എന്ന് പറയുന്നത് 16 കൗണ്ട് വരെ വരാം. ഓക്കെ, ഡീകോഡഡ് സ്കാൻ മോഡൽ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വിൽ ബി സിമിലർ ടു 2 to 4 ഡീകോഡറിന് സിമിലർ ആയിരിക്കും. ഓക്കെ, മാക്സിമം 4 ഔട്ട്പുട്ട് മാത്രമേ വരും. 2 to 4 ഡീകോഡർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഡീകോഡഡ് സ്കാൻ മോഡിൽ സ്കാനിങ് നടക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് എന്താന്ന് മാത്രം മനസ്സിലായിരുന്നാൽ മതി. സ്കാൻ സെക്ഷൻ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കീബോർഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈനറി കൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ 2 to 4 ഡീകോഡർ പോലെ ആയിരിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെക്ഷൻ ആണ് കീബോർഡ് സെക്ഷനും ഡിസ്പ്ലേ സെക്ഷനും. കീബോർഡ് സെക്ഷനിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. റിട്ടേൺ ബഫർ, കീബോർഡ് ഡിബൗൺസ് കൺട്രോൾ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം സ്റ്റാറ്റസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വരുന്നത് കീബോർഡ് സെക്ഷനിലാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. 8x8 ഫസ്റ്റ് സെൻസർ റാം, കീബോർഡ് ഡിബൗൺസ് ആൻഡ് കൺട്രോൾ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം സ്റ്റാറ്റസ്, റിട്ടേൺ, ഇതൊക്കെ വരുന്നത് എന്തിലാണ്, കീബോർഡ് സെക്ഷനിലാണ്. അതിൽ നമുക്ക് റിട്ടേൺ ബഫർ എന്താണ് നോക്കാം. റിട്ടേൺ ബഫർ, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. റിട്ടേൺ ബഫർ, കീബോർഡ് ഡിബൗൺസ് കൺട്രോൾ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം സ്റ്റാറ്റസ്. ഓക്കെ, കീബോർഡ് സെക്ഷനിലാണ് ഈ 4 കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് കീബോർഡിന്റെ ഇൻപുട്ട് മോഡിലാണ്. കീബോർഡിന് 3 ഇൻപുട്ട് മോഡ് ഉണ്ട്, സ്കാൻഡ് കീബോർഡ് മോഡും, സെൻസർ മെട്രിക്സ് മോഡും, സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡും. ഇത് മൂന്നും നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. കീബോർഡ് ഇൻപുട്ട്, അതായത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, 8270 മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ വരുന്നതാണ് ഇൻപുട്ട് മോഡും ഔട്ട്പുട്ട് മോഡും. ഇൻപുട്ട് മോഡിൽ 3 മോഡാണ് വരുന്നത്, സ്കാൻഡ് കീബോർഡ് മോഡും, സ്കാൻഡ് സെൻസർ മെട്രിക്സ് മോഡ് ആൻഡ് സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടേൺ ബഫർ ആണ്. റിട്ടേൺ ബഫർ നമ്മൾ കണ്ടിട്ടുണ്ട് 8 റിട്ടേൺ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 8 റിട്ടേൺ ബഫർ യൂസ് ചെയ്യുന്നത് 8 റിട്ടേൺ ലൈൻസ്, RL0 to RL7. അതായത് നമ്മളിപ്പോൾ കീബോർഡിനെ സ്കാൻ ചെയ്തു. ഓക്കെ, കീബോർഡിനെ നമ്മൾ എന്താണ്, കീബോർഡിനെ റോ വൈസ് സ്കാൻ ചെയ്തിട്ട് എന്താണ് ഇൻഫർമേഷൻ കിട്ടുമല്ലോ. നമ്മളിപ്പോൾ കീബോർഡ് എന്താണ് കീ പ്രസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ 2-3 കീസ് പ്രസ് ചെയ്തിട്ടുണ്ടോ, ചിലപ്പോൾ ഒരു കീ ആയിരിക്കും, 2 കീ ആയിരിക്കും, അങ്ങനെ കീബോർഡ് കീസ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, റിട്ടേൺ ബഫർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ ബഫർ 8 റിട്ടേൺ ലൈൻസ് അതിനു വേണ്ടി സഹായിക്കുന്നതാണ്. ഈ 8 റിട്ടേൺ ലൈൻസ് ആർ ബഫേർഡ് ആൻഡ് ലാച്ച്ഡ്. ലാച്ച്ഡ് എന്താണ്, സ്റ്റോറിങ് തന്നെയാണ്. ബഫേർഡ് ആൻഡ് ലാച്ച്ഡ് ബൈ ദ റിട്ടേൺ ബഫർ ഡ്യൂറിങ് ഈച്ച് റോ സ്കാനിങ് സ്കാൻഡ് കീബോർഡ് ഓർ സെൻസർ മെട്രിക്സ് മോഡ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളിപ്പോൾ കീബോർഡ് സ്കാൻ ചെയ്യുമ്പോൾ, കീബോർഡ് സ്കാൻഡ് മോഡിലാണെങ്കിൽ അതിനെ നമ്മൾ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്കാൻ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ബഫർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡിൽ എന്ത് ചെയ്യും, കണ്ടന്റ് ഓഫ് ദ റിട്ടേൺ ലൈൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാം. ഇനി
സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിട്ടേൺ ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, റിട്ടേൺ ബഫർ ഇതാണ് RL0 to RL7 ഉള്ളത്. ഇവിടെയാണ് എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമ്മൾ കീബോർഡിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ബഫർ ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം അത് എങ്ങോട്ട് പാസ് ചെയ്യും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാമിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, ഇതിനിടയിൽ ഒരു ഇൻപുട്ട് ഒരു യൂണിറ്റ് ഉണ്ട്, അത് പറയാം. നമ്മൾ റിട്ടേൺ ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ സ്ട്രോബ്ഡ് മോഡിൽ എന്തിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും? ഏതിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്യുന്നത് കീ കോഡ് ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മൾ ഏത് കീ ആണോ പ്രസ് ചെയ്ത് അതിന്റെ കോഡ് ഇൻഫർമേഷൻ ആയിരിക്കും ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റിട്ടേൺ ബഫർ എന്ന് പറയുന്നത്? 8 റിട്ടേൺ ലൈൻസ് ആർ ബഫേർഡ് ആൻഡ് ലാച്ച്ഡ് ബൈ ദ റിട്ടേൺ ബഫർ ഡ്യൂറിംഗ് ഈച്ച് റോ സ്കാൻഡ് കീബോർഡ് ഓർ സെൻസർ മെട്രിക്സ് മോഡ്. സ്ട്രോബ്ഡ് മോഡിലാവുമ്പോൾ അതിൽ റിട്ടേൺ ബഫറിലുള്ള കണ്ടന്റ് എന്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇനി കീബോർഡ് ഡിബൗൺസ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. നമ്മൾ നേരത്തെ കീബോർഡ് അപ്പൊ ആർക്കിടെക്ചറിൽ നമ്മൾ ഈ കീബോർഡ് ഡിബൗൺസ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് കണ്ടു. നമ്മളിപ്പോൾ ഒരു കീ പ്രസ് ചെയ്തു. whenever a key is pressed, first scan the key closure row wise. അതിനുശേഷം അങ്ങനെ കീ റോ വൈസ് നമ്മൾ ആ ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ then the unit debounds the key entry. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കീ പ്രസ് ചെയ്തു, അതിനുശേഷം അത് ഡിബൗൺസ് ചെയ്യും. അതായത് ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രസ് ചെയ്ത കീബോർഡ് കീ നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു കീ പ്രസ് ചെയ്തു, അതിന് ഇൻഫർമേഷൻ എന്ത് ചെയ്തു? ഇൻഫർമേഷൻ എങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തു? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യും? ഈ കീബോർഡ് ആൻഡ് ഡിബൗൺസ് യൂണിറ്റ് എന്ത് ചെയ്യും? ആ കീ ഡിബൗൺസ് ചെയ്യും, ആ കീ എൻട്രീനെ ഡിബൗൺസ് ചെയ്യും. ഓക്കെ, then the unit debounds the key entry. അതാണ് കീബോർഡ് ഡിബൗൺസ് ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, കീബോർഡ് ഡിബൗൺസ് ആൻഡ് കൺട്രോൾ ഈസ് ഇനാബിൾഡ് ഓൺലി വെൻ ദ സ്കാൻഡ് കീബോർഡ് മോഡ് ഈസ് സെലക്ടഡ്. സ്കാൻഡ് കീബോർഡ് മോഡിലാണ് നമ്മളൊരു കീ പ്രസ് ചെയ്തിട്ടുണ്ടോ ഒക്കെ നോക്കുന്നത്, സ്കാൻ ചെയ്യുന്നത്. ഇൻ ദ സ്കാൻഡ് കീബോർഡ് മോഡ് റിട്ടേൺ ലൈൻസ് ആർ സ്കാൻഡ്. നമ്മൾ ഉണ്ടെങ്കിൽ RL0 to RL7 ലൈൻസിലാണ് ഇൻഫർമേഷൻ, റിട്ടേൺ ബഫറിലാണ് ഇൻഫർമേഷൻ ഉള്ളത്. സോ ആ റിട്ടേൺ ബഫറിൽ ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്കാൻ ചെയ്താൽ മതി? ആ റിട്ടേൺ ലൈൻസ് സ്കാൻ ചെയ്യും. ലുക്കിംഗ് ഫോർ എ കീ ക്ലോഷർ ഇൻ ദ റോ. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഡസ് ദ അഡ്രസ് ഓഫ് സ്വിച്ച് ഇൻ ദ മെട്രിക്സ് പ്ലസ് ദ സ്റ്റാറ്റസ് ഓഫ് ഷിഫ്റ്റ് ആൻഡ് കൺട്രോൾ കീസ് ആർ ട്രാൻസ്ഫർ ടു ദ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാം. ഇതാണ് നടക്കുന്ന പ്രൊസീജിയർ കീബോർഡ് ആൻഡ് ഡിബൗൺസ് കൺട്രോൾ. എന്താണ് നടക്കുന്നത്? കീബോർഡ് ആൻഡ് ഡിബൗൺസ് കൺട്രോൾ ഇനാബിൾ ചെയ്യുന്നത് എപ്പോഴും മാത്രമാണ് സ്കാൻഡ് കീബോർഡ് മോഡിലാണ് ഇനാബിൾ ചെയ്യുന്നത്. സ്കാൻഡ് കീബോർഡ് മോഡിൽ എന്ത് ചെയ്യും? റിട്ടേൺ ലൈൻസ് സ്കാൻ ചെയ്യും. എന്നിട്ട് കീ ക്ലോഷർ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ലുക്കിംഗ് ഫോർ എ കീ ക്ലോഷർ ഇൻ ദാറ്റ് റോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് ഇൻഫർമേഷൻ, അതായത് ദാറ്റ് മീൻസ് എന്താണ്? കീ കോഡ് എന്തിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. കീ കോഡ് പാസ് ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്ത് കൊടുക്കും? പ്ലസ് ദ സ്റ്റാറ്റസ് ഓഫ് ഷിഫ്റ്റ് ആൻഡ് കൺട്രോൾ കീസ്. ചില സമയത്ത് നിങ്ങൾ എ പ്രസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കീ വെച്ചിട്ടായിരിക്കും എ പ്രസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ കൺട്രോൾ വെച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഷിഫ്റ്റ് എ എന്ന് പറയുന്നതും സാധാരണ എ പ്രസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത കീന്റെ കൂടെ ചിലപ്പോൾ ഷിഫ്റ്റ് കീയുടെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ കീയുടെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കാം. അതും കൂടെയാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളെ കീബോർഡിൽ ഷിഫ്റ്റും കൺട്രോൾ എന്ന് പറയുന്ന രണ്ട് കീ കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഷിഫ്റ്റും കൺട്രോളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും കീന്റെ കൂടെയല്ല യൂസ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ എന്താണ്? നമ്മൾ പ്രസ് ചെയ്ത കീയുടെ ഇൻഫർമേഷന്റെ കൂടെ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കൺട്രോൾ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷനും കൂടെ കീ കോഡിന്റെ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. കാരണം എ പ്രസ് ചെയ്യുന്നതും ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ് ഷിഫ്റ്റ് ആൻഡ് കൺട്രോൾ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതിന്റെ കൂടെ നമ്മൾ റിട്ടേൺ ലൈൻസിന്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട്? ഷിഫ്റ്റും കൺട്രോളും ഉണ്ട്. ഷിഫ്റ്റും കൺട്രോളും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രസ് ചെയ്ത കീയുടെ സ്റ്റാറ്റസിന്റെ കൂടെ എന്തും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം? ഷിഫ്റ്റ് ആൻഡ് കൺട്രോളിന്റെ ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം ചെയ്യുന്നത് നമ്മൾ കീ പ്രസ് ചെയ്തു, അത് റിട്ടേൺ ബഫറിൽ അതിന്റെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാം എന്താണ്? ഒരു 8 ബൈറ്റ് റാം ആണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. കാരണം 8 ഇൻഫർമേഷൻ വരെ സ്റ്റോർ ചെയ്തിരിക്കാം. എന്ത് ഇൻഫർമേഷൻ ആണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്? കീ കോഡ് ഇൻഫർമേഷൻ ആണ്.
ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ കോഡ് ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിൽ സ്റ്റോർ ചെയ്യുന്നത്. ആ കോഡാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. എ പ്രസ് ചെയ്യുമ്പോൾ എക്ക് കറസ്പോണ്ടിങ് ഉള്ള ഒരു കീ കോഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദ യൂണിറ്റ് ആക്ട് ആസ് എ 8-byte ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാം where the key code of every key pressed is entered into the RAM as per the sequence. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി ആ കീ കോഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ആ കോഡ് ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, അതൊരു 8-byte കോഡാണ്. അതിൽ സ്റ്റാറ്റസ് ഓഫ് ദ കൺട്രോൾ കീ, ഈ D7 പിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന്. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടാണോ നമ്മൾ കീ പ്രസ് ചെയ്തത്? ഓക്കെ, കൺട്രോൾ എ ആണോ അല്ലെങ്കിൽ കൺട്രോൾ ആരോ ആണോ അല്ലെങ്കിൽ കൺട്രോൾ വേറെ എന്തെങ്കിലും ആണോ പ്രസ് ചെയ്തത്? നമുക്ക് എന്ത് വെച്ച് നോക്കാം? D7 പിന്നിൽ വെച്ച് നോക്കാം. D6 പിന്നിൽ എന്തിനാണ്? സ്റ്റാറ്റസ് ഓഫ് ഷിഫ്റ്റ് കീ. നിങ്ങൾ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഏത് നോക്കിയാൽ മനസ്സിലാവും? D6 പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി D5ഉം D4 D3 എന്ന് പറയുന്നത് നിങ്ങൾ റോ വൈസ് ആണോ സെലക്ട് ചെയ്തത്? ഇനി D2 D1 D0 എന്ന് പറയുന്നത് ബൈനറി വാല്യൂ ഓഫ് ദ കോളം ഇൻ വിച്ച് കീ ക്ലോഷർ ഈസ് സെലക്ടഡ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് ഇപ്പൊ എ എന്ന് പറയുന്ന കീ സെലക്ട് ചെയ്തു, അതിന്റെ റോ ഇൻഫർമേഷൻ ആണ് ഈ 3 പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. അത് ഏത് പെർട്ടിക്കുലർ കോളത്തിലാണോ വരുന്നതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഒരു കീയുടെ കോളവും റോവും മനസ്സിലായി കഴിഞ്ഞാൽ അത് ഏത് പെർട്ടിക്കുലർ കീ ആണ് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മുടെ കീബോർഡിൽ 64 കീസ് ഉണ്ടെങ്കിൽ ആ 64 കീ ഇങ്ങനെ എന്താണ് റോ വൈസ് കോളം വൈസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ ഏത് പെർട്ടിക്കുലർ കീ ആണെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? റോവും കോളവും ഇൻഫർമേഷനും കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ 2 എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ 2 എന്ന് പറയുന്ന റോയില് ഏത് കോളത്തിലാണ്? 2 എന്ന് പറയുന്ന കോളത്തിലാണ്. അപ്പൊ നമുക്ക് പെർട്ടിക്കുലർ കീ കിട്ടൂലേ? നിങ്ങൾ മെട്രിക്സ് നിങ്ങൾക്ക് അറിയാലോ. ഒരു മെട്രിക്സ് A of 3 1 എന്ന് പറയുമ്പോൾ എന്താണ്? 3 എന്ന് പറയുന്ന റോയില് എന്താണ്? ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂ ആണ്. അതുപോലെ തന്നെയാണ് റോയും കോളം എന്ന് പറയുന്നത്. ഇവിടെയും ഏത് കീ ആണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് റോവും കോളം ഇൻഫർമേഷൻ. അല്ലെങ്കിൽ A B എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഏത് കീ ആണോ പ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? റോ ഇൻഫർമേഷനും കോളം ഇൻഫർമേഷനും നോക്കിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ മെട്രിക്സ് തന്നെ ആലോചിച്ചാൽ മതി. A of 3 1 എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നാമത്തെ റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള ആളാണ്. ഓക്കെ, അപ്പൊ എന്താണ്? കറക്റ്റ് നമുക്ക് കിട്ടുമല്ലോ. ഇനി A of 3 3 എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നാമത്തെ റോയില് മൂന്നാമത്തെ കോളത്തിലുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ കറക്റ്റ് ചെയ്ത് റോ കീ ആണെന്ന് മനസ്സിലാവും. ആ കീ മനസ്സിലാവാൻ വേണ്ടിയാണ് റോ ഇൻഫർമേഷനും കോളം ഇൻഫർമേഷനും ഇവിടെ കൊടുത്തത്. അപ്പോൾ ഒരു കീ കോഡിൽ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കീ കോഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവുക? റോ ഇൻഫർമേഷൻ ഉണ്ടാവും, കോളം ഇൻഫർമേഷൻ ഉണ്ടാവും, കൺട്രോൾ കീയുടെ സ്റ്റാറ്റസ് ഉണ്ടാവും, ഷിഫ്റ്റ് കീയുടെ സ്റ്റാറ്റസ് ഉണ്ടാവും. ഓക്കെ, പ്രസ് ചെയ്ത കീ പേ ആണ് പ്രസ് ചെയ്തെങ്കിൽ അല്ല ബി ആണ് പ്രസ് ചെയ്തെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് ഷിഫ്റ്റ് ഉണ്ടോ അതിന്റെ കൂടെ അല്ലെങ്കിൽ കൺട്രോൾ ഉണ്ടോ എന്ന് മനസ്സിലാവാൻ ഈ രണ്ട് പിന്നും ചെക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം സ്റ്റാറ്റസ്. ഇറ്റ് ജനറേറ്റ് an interrupt signal when there is an entry in first in first out റാം. ഓക്കെ, അതായത് അതൊന്നുമില്ല. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം സ്റ്റാറ്റസ്, ഇവിടെ എന്തെങ്കിലും ഒരു കീ കോഡ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ കോഡ് ഇവിടെ സ്റ്റോർ ചെയ്യും. ആ കീ കോഡ് ഇവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ സിഗ്നൽ ആര് ജനറേറ്റ് ചെയ്യും? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം ജനറേറ്റ് ചെയ്യും. ആ കൺട്രോൾ സിഗ്നൽസ് ആണ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് IRQ. അതായത് കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെ ഇൻഫോം ചെയ്യിക്കണം? 8086 ഇൻഫോം ചെയ്യിക്കണ്ടേ? കാരണം ഈ പ്രസ് ചെയ്ത കീ ശരിക്കും ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? 8086 ആയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ററപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം യൂസ് ചെയ്യുന്നത്. സെൻസർ റാം സ്റ്റാറ്റസ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് ഇവിടെയും കൂടെ അറിയാൻ പറ്റും. ഇവിടെയും കൂടെ അറിയാൻ പറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽസ് ആണ് നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നത്? 8086 ആയിട്ട് കണക്ട് ചെയ്യുന്നത്. സോ 8086 മനസ്സിലായി എന്താണ് ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു കീ കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അത് ആരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇന്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതെപ്പോൾ മാത്രമാണ് ഈ റിക്വസ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു എൻട്രി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇന്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം സ്റ്റാറ്റസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡിസ്പ്ലേ സെക്ഷൻ ആണ്. ഡിസ്പ്ലേ സെക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഡിസ്പ്ലേ റാം, ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്റർ, ഡിസ്പ്ലേ രജിസ്റ്റർ. പെട്ടെന്ന് നമുക്ക് പറഞ്ഞത്. ഓക്കെ, ഡിസ്പ്ലേ സെക്ഷനിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിസ്പ്ലേ റാം, ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്റർ, ഡിസ്പ്ലേ രജിസ്റ്റേഴ്സ്. നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം.
ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്റർ, ഡിസ്പ്ലേ റാം, ഡിസ്പ്ലേ രജിസ്റ്റർ. ഓക്കെ, ഇത്രയാണ് ഡിസ്പ്ലേ യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ കീബോർഡിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, കീബോർഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നു എന്ന കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇതാണ് ഡിസ്പ്ലേ യൂണിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, 8 to 7 എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡിസ്പ്ലേ റാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് എ 16x8 റാം ആണ്, വിച്ച് സ്റ്റോർ ദ ഡിസ്പ്ലേ കോഡ് ഫോർ 16 digits. It can be accessed directly by the CPU. ഡിസ്പ്ലേ റാം എന്ന് പറയുന്നത്, റാം എന്താണ്? സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഔട്ട് റാം പഠിച്ചിട്ടില്ലേ? അതായത് അതെന്താ സ്റ്റോർ ചെയ്യുന്നത്? നമ്മുടെ കീബോർഡിന്റെ കീ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ റാം എന്താ ചെയ്യുന്നത്? ഡിസ്പ്ലേ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ റാം യൂസ് ചെയ്യുന്നത്. ആ ഡിസ്പ്ലേ കോഡ് ഇപ്പൊ ഡിസ്പ്ലേ റാമിലുണ്ട്. ഇനി അതാണ് എന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അത് ഡയറക്ട്ലി ആക്സസ്ഡ് ബൈ ദ CPU. ഓക്കെ, CPUവിന് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇൻഫർമേഷൻ, അതായത് ഡിസ്പ്ലേ യൂണിറ്റിലോട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ കോഡ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡിസ്പ്ലേ റാമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ റാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കീ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഔട്ട് റാം യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്പ്ലേ റാം എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ സൈസ് എന്ന് പറയുന്നത് 16x8 റാം ആണ്. ഓക്കെ, 8 ബൈറ്റ് പിന്നെ 16x8 റാം ആണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റോർ ദ ഡിസ്പ്ലേ കോഡ്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ റാം യൂസ് ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേ നിങ്ങൾ ഇവിടെ കാണാം, ഡിസ്പ്ലേ റാം ഇവിടെ കാണാം. ഓക്കെ, ഇതാ ഡിസ്പ്ലേ റാം 8x8 ഡിസ്പ്ലേ റാം. ഇവിടെയാണ് നമ്മുടെ ഡിസ്പ്ലേ കോഡ് ഉണ്ടാവുക. അത് ഡിസ്പ്ലേ രജിസ്റ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ആ ട്രാൻസ്ഫർ ചെയ്ത ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നമുക്ക് ഡിസ്പ്ലേ ഡിവൈസിലോട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇത് പ്രോസസ്സറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 8086 ഇൻഫർമേഷൻ ആരിലേക്ക് കൊടുക്കും? ഡിസ്പ്ലേ റാമിലേക്ക് കൊടുക്കും. ആ ഡിസ്പ്ലേ റാം ഡിസ്പ്ലേ രജിസ്റ്റർ വഴി ഡിസ്പ്ലേ യൂണിറ്റിലോട്ട് ഡിസ്പ്ലേ ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡിസ്പ്ലേ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തു, അതിനുശേഷം അത് രജിസ്റ്ററിലോട്ട് കൊടുക്കും, അതിനുശേഷം പോർട്ടിലോട്ട് കൊടുക്കും, ഔട്ട്പുട്ട് പോർട്ടിലോട്ട് കൊടുക്കും, അതുവഴി ഡിസ്പ്ലേ ഡിവൈസിലോട്ട് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. Display address register. This unit consisting of display address register, which hold the address of the word currently read or written by the CPU to from the display RAM. അതായത് ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്ററിൽ എന്താ ഉണ്ടാവുക? നമ്മളിപ്പം എന്ത് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ആണോ ഡിസ്പ്ലേ ചെയ്യുന്നത്, ആ ഡിസ്പ്ലേ ചെയ്യുന്ന ഇൻഫർമേഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ യൂണിറ്റിലോട്ട് ഡിസ്പ്ലേ ചെയ്യിക്കുമല്ലോ, ആ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ കോഡ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. എന്താണോ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ ഡിസ്പ്ലേ റാമിലാണ്. ആ പെർട്ടിക്കുലർ ഇൻഫർമേഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്ററിലാണ്. അത്രയും നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ആ ഇൻഫർമേഷന്റെ അഡ്രസ് അത് സ്റ്റോർ ചെയ്യുന്നത് ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്ററിലാണ്. അത് മാത്രമേ ഉള്ളൂ. എന്താണ് ഇൻഫർമേഷൻ അത് ഇവിടെയും, അതിനുശേഷം അതിന്റെ അഡ്രസ് എന്താണോ അത് ഇവിടെയും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ഇൻഫർമേഷന്റെ അഡ്രസ്. ഇനി അടുത്തത് ഡിസ്പ്ലേ അഡ്രസ് രജിസ്റ്റർ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അത് ഇവിടെ ഒന്നും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ രജിസ്റ്റേഴ്സ് ആർ ദ 4-bit registers A and B. They hold the bit pattern character of displayed. The content of display register A and B can be blanked and inhibited individually. അതായത് ഡിസ്പ്ലേ രജിസ്റ്റർ ആണ്, ഡിസ്പ്ലേ റാം എന്ന് വരുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ രജിസ്റ്ററിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. അത് 2 രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, എയും ബി എന്ന് പറയുന്ന രജിസ്റ്റർ. അത് 2 4-bit രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, 16x8 റാം എന്ന് വരുന്ന ഇൻഫർമേഷൻ ആണ് ഡിസ്പ്ലേ രജിസ്റ്ററിലോട്ട് പോകുന്നത്. അപ്പോൾ 8 ബൈറ്റ് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ അത് 8 ബൈറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് 2 രജിസ്റ്ററിലായിട്ടാണ്, എയിലും ബിയിലും. ഓക്കെ, കാരണം എ ഒരു 4-bit ആണ്, ബി ഒരു 4-bit ആണ്, ടോട്ടൽ 8 ബൈറ്റ് വന്നു. ഓക്കെ, ഡിസ്പ്ലേ രജിസ്റ്റർ എന്ന് പറയുന്നത് എയും ബിയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളിവിടെ കാണാം, ഡിസ്പ്ലേ റാം എന്നുള്ള ഇൻഫർമേഷൻ 16x8 ഡിസ്പ്ലേ റാം ആണ്, അത് ഡിസ്പ്ലേ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്തു വന്നു. ഈ ഡിസ്പ്ലേ രജിസ്റ്റർ എയും ബിയും കാണാം, എയും ബിയും അത് 4-bit ആണ്, എ 4-bit ബി 4-bit ആണ്. ഈ ഡിസ്പ്ലേ രജിസ്റ്ററിലാണ് ഈ ഇൻഫർമേഷൻ വരുന്നത്, അതിനുശേഷമാണ് ഇത് ഡിസ്പ്ലേ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഇൻഫർമേഷൻ ഡിസ്പ്ലേ രജിസ്റ്ററിൽ കൂടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് എ ആൻഡ് ബി. ആ രജിസ്റ്റർ
എയും ബിയും അതിന്റെ സൈസ് എന്ന് പറയുന്നത് എയുടെ സൈസ് 4 ബിറ്റും ബിയുടെ സൈസ് 4 ബിറ്റും ആണ്. ഈ രണ്ട് രജിസ്റ്ററും ഒരുമിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുമിച്ചും യൂസ് ചെയ്യാം, സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ 8279 ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആർക്കിടെക്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഇതിന്റെ പിൻ ഡിസ്ക്രിപ്ഷൻ ആണ് ഇത്. പിൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ 40 പിന്നാണുള്ളത്. ആ 40 പിന്നിലെ കുറേ ഇൻഫർമേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇനി അതിന്റെ കൂടെ ഇതിൽ നിങ്ങൾക്ക് ഇതേ പിന്നിനെ പിന്നെയും ഒരു ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഡിസ്പ്ലേ യൂണിറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു, പിന്നെ സ്കാൻ യൂണിറ്റ്, പിന്നെ CPU ഇന്റർഫേസിന് വേണ്ടിയിട്ട്. പിന്നൊന്നും വരക്കണ്ട, എന്നാലും ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പിൻ ഡയഗ്രാം മാത്രം ജസ്റ്റ് ഒന്ന് വരക്കാം. പിൻ ഡയഗ്രാം വരക്കാൻ നിങ്ങൾക്ക് പറ്റും, പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. ഓക്കെ, പിൻ ഡിസ്ക്രിപ്ഷനിൽ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞതാണ്. റീഡും റൈറ്റും RL0, R1, RL1ഉം റീസെറ്റും റീഡും റൈറ്റും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഡാറ്റാ ബസ് ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. DB0 to DB7 എന്ന് പറയുന്നത് ഒരു ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ് ആണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ക്ലോക്ക് സിഗ്നൽ, ക്ലോക്ക് ഇൻപുട്ട് ഈസ് യൂസ് ടു ജനറേറ്റ് ഇന്റേണൽ ക്ലോക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് സിഗ്നൽസ്. മൈക്രോ പ്രൊസസർ വയ്ക്കുക ക്ലോക്ക് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. റീസെറ്റ് പിന്നെ നിങ്ങൾ എല്ലാ ഇതിലും പഠിച്ചതുപോലെ തന്നെ IC-യിൽ പഠിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രൊസസർ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് പിന്നെ യൂസ് ചെയ്യുന്നത്. ചിപ്പ് സെലക്ഷൻ പിന്നെ നമ്മൾ പഠിച്ചു. ആ ചിപ്പ് ആക്റ്റീവ് ആണെങ്കിൽ ചിപ്പ് സെലക്ഷൻ പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് 0 ആണെങ്കിൽ ആ ചിപ്പ് 8279 എന്ന് പറയുന്ന ചിപ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ. A0 പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. A0യുടെ വാല്യൂ 0 ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. A0യുടെ വാല്യൂ 1 ആണെങ്കിൽ കൺട്രോൾ ഓർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ആണ് നടക്കുന്നത്. ഇതാ അവിടെ കണ്ടു. പിന്നെ ഇൻഡിക്കേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ ബാർ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ വെൻ ഇറ്റ് ഈസ് ലോ. ദാറ്റ് മീൻസ് എന്താണ്, ലോ ആണെങ്കിൽ 0 ആണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റയാണ് നടക്കുന്നത്. അതിന് പിന്നെ ഹൈ ആണെങ്കിൽ, അതായത് ഹൈ മീൻസ് 1 ആണെങ്കിൽ സ്റ്റാറ്റസ് ഓർ കമാൻഡ് ഇൻഫർമേഷൻ ആണ് നടക്കുന്നത്. അത് ലോ ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്. റീഡും റൈറ്റും നമ്മൾ പറഞ്ഞതാണ്. IRQ പറഞ്ഞതാണ്. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിൽ എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ, അതായത് കീ കോഡ് വരുവാണെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് 8086-നെ ഇൻഫോം ചെയ്യും. ഓക്കെ, ദിസ് ഇൻട്രപ്റ്റ് ഔട്ട്പുട്ട് ലൈൻസ് ഗോസ് ഹൈ, അത് ആക്റ്റീവ് ഹൈ എന്ന് കാണിക്കുന്നുള്ളൂ. വെൻ ദർ ഇസ് എ ഡാറ്റ ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാം, അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാമിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുവാണെങ്കിൽ എന്ത് ജനറേറ്റ് ചെയ്യും, IRQ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞത് തന്നെ. ഇത് VASസും VCCും എന്താണ്, ഗ്രൗണ്ട് ആൻഡ് പവർ സപ്ലൈ ലൈൻസ് ആണ്. ഓക്കെ, അത് ഒരു IC ഗ്രൗണ്ടും പവർ സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ SL0 to SL3 എന്ന് പറയുന്നത് സ്കാൻ ലൈൻസ് ആണ്, കീബോർഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദീസ് ആർ ദ സ്കാൻ ലൈൻ യൂസ്ഡ് ടു സ്കാൻ ദ കീബോർഡ്. ഓക്കെ, കീബോർഡ് സ്കാൻ ചെയ്യാനും ഡിസ്പ്ലേ കീബോർഡ് മെട്രിക്സിനെ സ്കാൻ ചെയ്യാനും ഡിസ്പ്ലേ ദ ഡിജിറ്റ്, അതിന് വേണ്ടിയിട്ടാണ് സ്കാൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. SL0 to SL3 സ്കാൻ ലൈൻസ് ആണ്, കീബോർഡിന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഈ സ്കാൻ ലൈൻസ് 2 മോഡിലാണ് വർക്ക് ചെയ്യുന്നത്, എൻകോഡഡ് മോഡിലും ഡീകോഡഡ് മോഡിലും. അത് സ്കാൻ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി RL0 to RL7 റിട്ടേൺ ലൈൻസ് ആണ്, റിട്ടേൺ ബഫറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആ കാര്യവും നമ്മൾ പറഞ്ഞു. ഷിഫ്റ്റ് കീയുടെ കേസ് പറഞ്ഞു. ഷിഫ്റ്റ് കീയുടെ കേസൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കീ കോഡിന്റെ കൂടെ ഷിഫ്റ്റ് കീയുടെ ഇൻഫർമേഷനും കൂടെ പാസ് ചെയ്യും. പിന്നെ കൺട്രോൾ കീ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്തത് BD, ബ്ലാങ്ക് ഡിസ്പ്ലേ. നമ്മളിപ്പോൾ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബ്ലാങ്ക് ഡിസ്പ്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബ്ലാങ്ക് ദ ഡിസ്പ്ലേ. നമ്മൾ ഡിസ്പ്ലേ യൂണിറ്റ് ബ്ലാങ്ക് ചെയ്യണമെങ്കിൽ എന്താണ്, എന്ത് സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്, BD സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ യൂണിറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റ് നമ്മളിപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ് എന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, 8086 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്പ്ലേ യൂണിറ്റ് നിങ്ങൾക്ക് ബ്ലാങ്ക് ആക്കാം എന്തെങ്കിലും ഒരു ചില കേസസിലൊക്കെ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ബ്ലാങ്ക് BD സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമ്മളെ ഡിസ്പ്ലേനെ നിങ്ങൾക്ക് ബ്ലാങ്ക് ചെയ്യിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബ്ലാങ്ക് ദ ഡിസ്പ്ലേ. ഇതാണ് നേരത്തെ നമ്മൾ ഡിസ്പ്ലേ രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 2 രജിസ്റ്റർ ആണുള്ളത്, എയും ബിയും. അതാണ് A0 to A3, B0 to B3. ഇതാണ് ഈ പോർട്ടുകളാണ്, ഈ ഔട്ട്പുട്ട് പോർട്ടുകളാണ്, ഔട്ട്പുട്ട് ലൈൻസ് ആണ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ടുകൾ. ഓക്കെ, ദീസ് ആർ ദ ഔട്ട്പുട്ട് പോർട്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളത്, 16x4 or 16x8 ഇന്റേണൽ ഡിസ്പ്ലേ റിഫ്രഷ് രജിസ്റ്റേഴ്സ്. അതായത് ഒന്നുകിൽ 16x4 രജിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ 16x8 ഇന്റേണൽ ഡിസ്പ്ലേ ആയിരിക്കാം.
ഓക്കെ, അത് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ 8 ബിറ്റ് ഡിസ്പ്ലേ രജിസ്റ്റേഴ്സ് കിട്ടും. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 4 ബിറ്റ് കിട്ടും. കാരണം എ എന്ന് പറയുന്നത് എന്താണ്, രജിസ്റ്റർ 4 ബിറ്റ് രജിസ്റ്റർ ആണ്, ബി എന്ന് പറയുന്നത് 4 ബിറ്റ് രജിസ്റ്റർ ആണ്. രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 8 ബിറ്റ് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത് 2 16x4, അതായത് രണ്ട് 16x4 ഡിസ്പ്ലേ രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 16x8 ഇന്റേണൽ ഡിസ്പ്ലേ രജിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടിട്ടുണ്ട്. ഡിസ്പ്ലേ രജിസ്റ്റർ, ഇതാണ് ഔട്ട്പുട്ട് പോർട്ട്. ഇതാണ് എന്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് A0 to A3, B0 to B3 ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. അത് സെപ്പറേറ്റ് ആയിട്ട് 16x4 ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് 16x8 ബിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഓപ്പറേഷൻ മോഡ്സ് ഓഫ് 8279. 8279 രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്, ഇൻപുട്ട് മോഡും ഔട്ട്പുട്ട് മോഡും. ഓക്കെ, ഇൻപുട്ട് മോഡിൽ തന്നെ 3 കേസസ് ഉണ്ട്. സ്കാൻഡ് കീബോർഡ് മോഡും, സ്കാൻഡ് സെൻസർ മെട്രിക്സ് മോഡും, സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡും. ഓക്കെ, ഇതൊന്നുമില്ല. സ്കാൻഡ് കീബോർഡ് മോഡിൽ എന്താ ചെയ്യുന്നത്, നമ്മുടെ കീബോർഡിനെ സ്കാൻ ചെയ്യും. കീബോർഡിനെ സ്കാൻ ചെയ്തിട്ട് ആ സ്കാൻ ചെയ്യുന്നത് ഐദർ എൻകോഡഡ് ഓർ ഡീകോഡഡ് സ്കാൻ ആയിരിക്കും നടക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്കാൻ ചെയ്യുന്നത് എൻകോഡഡ് ഓർ ഡീകോഡഡ് സ്കാൻ ആണ് നടക്കുന്നത്. ഓക്കെ, ആ സ്കാൻ ചെയ്ത ഇൻഫർമേഷൻ, അതായത് സ്കാൻഡ് കീബോർഡ് മോഡിൽ നടക്കുന്നത് ഇൻഫർമേഷൻ അബൌട്ട് 64 കീസ് ആണ്. അതായത് നമ്മളിപ്പോൾ സ്കാൻഡ് കീബോർഡ് മോഡിൽ നമ്മൾ കീബോർഡ് സ്കാൻ ചെയ്യുവാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ കീ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻഡ് കീബോർഡ് ബോർഡിൽ മനസ്സിലാവും. ഓക്കെ, അതായത് കീയുടെ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. കീയുടെ ഇൻഫർമേഷൻ മീൻസ് എന്താണ്, നമ്മൾ പ്രസ് ചെയ്ത കീ ഇന്നതാണോ, അപ്പോൾ എ ആണ് പ്രസ് ചെയ്തെങ്കിൽ ആ എ ആണ് പ്രസ് ചെയ്ത്, ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും സ്കാൻഡ് കീബോർഡ് മോഡിൽ. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നത് ഐദർ എൻകോഡഡ് മോഡിലായിരിക്കാം, അല്ലെങ്കിൽ ഡീകോഡഡ് സ്കാനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സ്കാൻഡ് കീബോർഡ് മോഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഇന്റർഫേസ് ചെയ്യാം, എൻകോഡഡ് സ്കാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡീകോഡഡ് സ്കാൻ ആയിരിക്കാം. ഇതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 64 കീസിന്റെ ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടും. ഓക്കെ, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കീ ആണോ പ്രസ് ചെയ്ത്, ആ പ്രസ് ചെയ്ത കീന്റെ കീ കോഡ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. രണ്ട് രീതിയിലുള്ള കീ പ്രസ്സിംഗ് വരാം. കീബോർഡ് മോഡ് തന്നെ രണ്ട് രീതിയിൽ വരാം. കീബോർഡ് മോഡ് 2 കീ ലോക്കൗട്ടും N കീ റോൾ ഓവറും. നമ്മളിപ്പോൾ കീ പ്രസ് ചെയ്യുമ്പോൾ കീബോർഡ് മോഡ് രണ്ട് രീതിയിൽ വരാം. 2 കീ ലോക്കൗട്ട് ആവാം, N കീ റോൾ ഓവർ ആവാം. എന്താണ് ഈ 2 കീ ലോക്കൗട്ട്? രണ്ട് കീ നിങ്ങൾ സൈമൾട്ടേനിയസ് ആയി പ്രസ് ചെയ്യുന്ന കണ്ടീഷനൊക്കെ വരാം. രണ്ട് കീ നിങ്ങൾ ഒരേ സമയത്ത്, ഞാൻ എയും ബിയും ഒരേ സമയത്ത് പ്രസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഒരേ സമയത്ത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ വരും. നിങ്ങൾ രണ്ട് കീ ഒരുമിച്ച് പ്രസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, പക്ഷേ ഏതെങ്കിലും ഒരു കീക്കായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒരു വിരലിനായിരിക്കും പ്രസ് കൂടുതൽ വരുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു കീയുടെ പ്രഷർ ആയിരിക്കും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കീ ആയിരിക്കും റെക്കഗ്നൈസ് ചെയ്യുക. നിങ്ങൾ രണ്ട് കീ ഒരു സമയത്ത് പ്രസ് ചെയ്താലും ഏതാണോ ഫസ്റ്റ് വരുന്നത് അത് മാത്രമായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുക. അതാണ് 2 കീ ലോക്കൗട്ട് മോഡ് എന്ന് പറയുന്നത്. N കീ റോൾ ഓവർ മോഡ് ആണെങ്കിൽ നിങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ കോഡും, ഇപ്പം 5 കീ നിങ്ങൾ പ്രസ് ചെയ്തെന്ന് വെച്ചു, ആ 5 കീയും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് ഏതിനനുസരിച്ചായിരിക്കും, ഏത് പ്രസ് ആണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച്. 5 വിരൽ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും വിരലുകളായിരിക്കും ആദ്യം പ്രസ് ചെയ്ത് പോയിട്ടുണ്ടാവുക. ആ ഏതാണോ ആദ്യം പ്രസ് ചെയ്ത് വരുന്നത് അതിനനുസരിച്ച് എല്ലാ കീയുടെ ഇൻഫർമേഷനും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. 2 കീ ലോക്കൗട്ട് ആണെങ്കിൽ രണ്ട് കീ പ്രസ് ചെയ്യുവാണെങ്കിൽ ആ കീ പ്രസ് ചെയ്തെങ്കിൽ ഏതെങ്കിലും ഒരു കീയുടെ ഇൻഫർമേഷൻ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് കീബോർഡ് മോഡ് തന്നെ രണ്ട് രീതിയിലുണ്ട്, 2 കീ ലോക്കൗട്ടും N കീ റോൾ ഓവറും. 2 കീ ലോക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അറ്റ് എ ടൈം രണ്ട് കീ പ്രസ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കീയുടെ ഇൻഫർമേഷൻ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കും. N കീ റോൾ ഓവർ ആണെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ മോർ ദാൻ 2 കീ പ്രസ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ എല്ലാ കീയുടെ ഇൻഫർമേഷനും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സ്കാൻഡ് സെൻസർ മെട്രിക്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അത് സെൻസ് ചെയ്യണമല്ലോ, അപ്പോൾ ഒരു സെൻസറുമായിട്ട് കണക്ട് ചെയ്യും. അതാണ് ഇൻ ദിസ് മോഡ് സെൻസർ അറേ ക്യാൻ ബി ഇന്റർഫേസ്ഡ് വിത്ത് ദ പ്രൊസസർ ഐദർ എൻകോഡർ ഓർ ഡീകോഡർ സ്കാൻ. അതായത് നമ്മളിപ്പോൾ കീബോർഡ് സ്കാൻ ചെയ്തല്ലോ, സ്കാൻ ചെയ്ത ഇൻഫർമേഷൻ സെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കാൻഡ് സെൻസർ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താണ് അത്, കണ്ടീഷൻ ഓഫ് 64 കീസ് ആണ്. ഏത് കണ്ടീഷനിലാണ് 64 കീസ് വരുന്നത്, അതായത് അത് ഓണിലാണോ ഓഫിലാണോ. അതായത് ഇപ്പോൾ നമ്മളൊരു കീ പ്രസ് ചെയ്തു,
അപ്പോൾ കീ പ്രസ് ചെയ്യുമ്പോൾ അതെന്താണ്, ഓൺ ആണോ ഓഫ് ആണോ, ഓൺ ആണോ ഓഫ് ആണോ അനുസരിച്ചിട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. അതാണ് സെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്കാൻഡ് സെൻസർ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡിലാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡിൽ എന്താ നടക്കുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. റിട്ടേൺ ബഫർ എന്ന് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റാമിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഓക്കെ, അതാണ് സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡിൽ നടക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്ത കീ പ്രസ് ചെയ്തു, സ്കാൻ ചെയ്തു, അതിനെ സെൻസ് ചെയ്തു, സെൻസ് ചെയ്തതിന് ശേഷം ആ സെൻസ് ചെയ്ത ഇൻഫർമേഷൻ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ആദ്യം സ്കാൻ ചെയ്യും കീബോർഡിന്, അതിനുശേഷം അതിനെ സെൻസ് ചെയ്യും, സെൻസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻഫർമേഷൻ സ്ട്രോബ്ഡ് ഇൻപുട്ട് മോഡിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സെൻസർ റാമിലോട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും സ്ട്രോബ്ഡ് മോഡിൽ. ഇനി ഔട്ട്പുട്ട് മോഡിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് മോഡ് ഡീൽസ് വിത്ത് ഡിസ്പ്ലേ റിലേറ്റഡ് ഓപ്പറേഷൻ ആണ്. ഡിസ്പ്ലേ റിലേറ്റഡ് ഓപ്പറേഷനിൽ ദ മോഡ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഔട്ട്പുട്ട് മോഡ്. രണ്ട് ഔട്ട്പുട്ട് മോഡിലാണത് കാര്യങ്ങൾ നടക്കുന്നത്. ഡിസ്പ്ലേ സ്കാനും ഡിസ്പ്ലേ എൻട്രി കഴിഞ്ഞു. ഡിസ്പ്ലേ സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ദിസ് മോഡ് അലൗ ദ 8/16 ക്യാരക്ടർ മൾട്ടിപ്ലക്സ്ഡ് ഡിസ്പ്ലേ ടു ബി ഓർഗനൈസ്ഡ് ഇൻ ടു ഡ്യുവൽ 4-bit ഓർ സിംഗിൾ 8-bit ഡിസ്പ്ലേ യൂണിറ്റ്. അതായത് ഡിസ്പ്ലേ സ്കാനിൽ നമ്മളിപ്പോൾ എന്താണ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ സ്കാൻ യൂസ് ചെയ്യുന്നത്. അതായത് അത് അറ്റ് എ ടൈം എന്താ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു 8/16 ക്യാരക്ടർ ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 4-bit ആയിട്ടും യൂസ് ചെയ്യാം. അതായത് നേരത്തെ പറഞ്ഞത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് 2 രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് എയും ബിയും. അതിൽ തന്നെ 4-bit ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് സിംഗിൾ 8-bit ആയിട്ടും ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിസ്പ്ലേ സ്കാൻ എന്ന് പറയുന്നത് ദിസ് മോഡ് അലൗ ദ എന്താണ്, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, 8/16 ക്യാരക്ടർ ആയിട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഡ്യുവൽ 4-bit ആയിട്ടാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് ഡിസ്പ്ലേ സ്കാൻ ആണ്. ഡിസ്പ്ലേ സ്കാനിലൂടെ നമുക്കത് മനസ്സിലാവും. ഇനി ഡിസ്പ്ലേ എൻട്രി. ഡിസ്പ്ലേ എൻട്രി എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ടൈപ്പ് റൈറ്ററിൽ അല്ലെങ്കിൽ നിങ്ങൾ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അത് ടൈപ്പ് റൈറ്റർ മോഡിലും ലെഫ്റ്റ് എൻട്രി ആയിട്ടാണോ റൈറ്റ് എൻട്രി ആയിട്ടാണോ ഡിസ്പ്ലേ ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങൾ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ വരുന്നത്, അത് റൈറ്റ് എൻട്രി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, റൈറ്റ് എൻട്രി ആയിട്ട് ലെഫ്റ്റ് എൻട്രി മോഡിൽ ഡിസ്പ്ലേ ചെയ്യാം. അതായത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഇൻഫർമേഷൻ ഏത് രീതിയിലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായത് ഏത് രീതിയിലാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഒന്ന് എന്താണ് നിങ്ങൾക്ക് 16:8 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ 16:4 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അത് ഏത് രീതിയിലെങ്കിലും ഡിസ്പ്ലേ ചെയ്യാം. പക്ഷേ ആ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ് വേണ്ടത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അത് നമ്മൾ എഴുതുന്നത് പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ആദ്യം 8 വന്ന് അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഡിസ്പ്ലേ ചെയ്യേണ്ടത് 7. അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണോ വേണ്ടത്. ഓക്കെ, അത് തീരുമാനിക്കുന്നതാണ് ഡിസ്പ്ലേ എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഇൻഫർമേഷൻ എങ്ങനെയാണോ വേണ്ടത്, അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് പോകണോ, അല്ലെങ്കിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ഡിസ്പ്ലേ ചെയ്ത് പോകണം, അത് തീരുമാനിക്കുന്നതാണ് ഡിസ്പ്ലേ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 8279. അപ്പോൾ 8279 ആർക്കിടെക്ചർ പഠിക്കണം, പിൻ ഡയഗ്രാം ചോദിച്ചാൽ എഴുതണം, പിന്നെ അതിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, ഇൻപുട്ട് മോഡ് കൊണ്ട് ഔട്ട്പുട്ട്